ഹായ് ഫ്രണ്ട്സ്, കസിൻസ് ഒരാവശ്യത്തിനായിട്ട് ബോംബെയിൽ പോകുന്നുണ്ട് എന്ന് പറഞ്ഞപ്പം വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനും കയറിപ്പോയി. ആ ഒരു വീഡിയോ ആണ് നിങ്ങളായിട്ട് ഞാൻ പങ്കുവെക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് അന്ന് ട്രെയിൻ കിട്ടിയത് അതൊരു സംഭവം, ഇതിനൊരു 15 മിനിറ്റ് ലേറ്റ് ആയതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ട്രെയിൻ കിട്ടിയത്. ഞങ്ങളവിടെ എത്തി, ട്രെയിൻ വന്ന് കയറി, അത്ര ടൈമുള്ളായിരുന്നു. സത്യം പറഞ്ഞാൽ ട്രെയിൻ ഓൺ ടൈം ആയിരുന്നെങ്കിൽ എന്തായാലും ഞങ്ങൾക്ക് ട്രെയിൻ മിസ്സായി പോകാൻ. പിന്നത്തെ അവസ്ഥ ഞങ്ങൾക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. അതാണെങ്കിൽ അന്ന് കോഴിക്കോട് ലുലുമാളിൻ്റെ ഓപ്പണിംഗ് ഡേ, ആ ട്രാഫിക്കിലൊക്കെ പെട്ട് എങ്ങനെയോ എങ്ങനെയോ കിട്ടിയതാണ് ഞങ്ങൾക്ക് ട്രെയിൻ. നമ്മൾ ഈ റീലൊക്കെ കാണുമ്പോൾ കുറേ പാട്ടുകാരും പിന്നെ ഡാൻസുകാരും കുറേ റീലെടുക്കുന്നവരും അങ്ങനെയൊക്കെ ട്രെയിനിൽ വരണം എന്നൊക്കെ ട്രെയിനിൽ കയറുമ്പോൾ എപ്പോഴും ആലോചിക്കലുണ്ട്. പക്ഷേ അതൊന്നും ഈ ട്രെയിൻ യാത്രയിൽ എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ വെറുതെ പുറത്തേക്ക് നോക്കി നിന്ന് കാഴ്ചകൾ കണ്ട് കുറേ സിനിമ കണ്ട് അങ്ങനെ അങ്ങനെ ഫുള്ള് ബോറടിച്ച് തലേ ദിവസം വൈകുന്നേരം 4 മണിക്ക് കയറിയതാണ്. പിറ്റേന്ന് 6 മണിക്ക് കയറിയതാണ്. പിറ്റേന്ന് 4 മണിക്കും എത്തേണ്ട ട്രെയിന് പിന്നെയും 5 മണിക്കൂർ ഡിലേ ആയിട്ടാണ് ഞങ്ങൾ ബോംബെ സ്റ്റേഷനിലെത്തിയത്. പിന്നെ മെയിൻ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങളൊരു ലോക്കൽ ട്രെയിൻ കയറിയിട്ടാണ് ചേമ്പൂരൊക്കെ എത്തിയത്. പിന്നെ റൂമിലെത്തിയപ്പോഴേക്ക് നല്ല ടയേർഡായിരുന്നു. പിന്നെ നിങ്ങൾ ഈ കാണുന്നത് പിറ്റേ ദിവസമാണ്. കാണുമ്പോൾ അതിരാവിലെ എണീറ്റ് പോകാൻ തോന്നുകയാണെങ്കിലും പക്ഷെ അതൊന്നുമല്ല, നല്ലോണം ക്ഷീണമൊക്കെ മാറ്റി നട്ടുച്ചയ്ക്ക് പോകുന്ന പോക്കാണ് ഇത് കാണുന്നത്. അതാവുമ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ മൊത്തത്തിൽ ഒന്ന് മതി. പിന്നെ ഈ ടണലിൽ കൂടെ കയറാനാകുമ്പോൾ മനസ്സിൽ ഭയങ്കര സന്തോഷമായി. എന്തോ ഭയങ്കര ഫേവറേറ്റ് സംഭവമാണ് ഈ ടണലിൽ കൂടി യാത്ര ചെയ്യുന്നത്. മട്ട ഇഷ്ടമല്ല ഉണ്ടോ? അങ്ങനെ ഞങ്ങൾ പറ്റുന്ന പോലെയൊക്കെ ഫിനിഷ് ആക്കി കൊടുത്തേക്കുന്നു. ഈ റോഡ് എപ്പോഴും ഇങ്ങനെ ഭയങ്കര തിരക്കായിരിക്കും. അതിനുള്ളിൽ കൂടെ ആൾക്കാർ ക്രോസ് ചെയ്യുന്നു, പിന്നെ ചരക്ക് വണ്ടികൾ പോകുന്നു, അങ്ങനെ ഫുൾ എപ്പോൾ നോക്കിയാലും ഈ റോഡ് ഫുള്ള് തിരക്കായിരിക്കും. പക്ഷേ ഏറ്റവും സംഭവം എന്താ വെച്ചാൽ ഈ തിരക്കിനിടയിലും ഈ സൗണ്ടിനിടയിലൊക്കെ സൈഡിൽ കൂടെ ഉറങ്ങുന്ന ആൾക്കാരുണ്ടാവും. ഇതിനിടയിലാണ് ഒരു ചേട്ടൻ്റെ ബൈക്ക് സ്റ്റാർട്ടാവാണ്ട് കിടക്കുന്ന ഒരു കാഴ്ച കണ്ടത്. സത്യം പറഞ്ഞാൽ ഈ തിരക്കിനിടയിലൊക്കെ ബൈക്ക് സ്റ്റിക്കായാൽ അതൊരു അവസ്ഥ തന്നെയാണ്. പിന്നെ നമ്മൾ വീഡിയോ എടുക്കുന്ന ആ ചേട്ടൻ കണ്ടു എന്ന് മനസ്സിലാക്കിയപ്പോൾ മെല്ലെ നമ്മൾ ആ വീഡിയോ എടുപ്പ് അങ്ങോട്ട് മാറ്റി. അത് മോശമല്ലേ? ഇതിനിടയ്ക്ക് കസിൻ ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തൊട്ടടുത്തൊരു ഹോട്ടലിൽ കയറി. അപ്പോഴാണ് ശ്രദ്ധിച്ചത് അതൊരു മലയാളി ഹോട്ടലാണ്. അവിടുത്തെ ന്യൂസൊക്കെ എന്ന് വെച്ചാൽ മലയാളത്തിലാണ്. പിന്നെ അതുപോലെ തന്നെ അവിടെ സ്പെഷ്യലായിട്ട് ഓണസദ്യ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനിടയ്ക്ക് പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഒരു ഫലൂദിൻ്റെ സ്പെഷ്യൽ ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ ഫലൂദ കഴിക്കാമെന്നും വിചാരിച്ചിട്ടാണ് ഇവിടേക്ക് കയറിയത്. ഇവിടുത്തെ മെനുവൊക്കെ ഇതുപോലെ ടേബിളായിട്ട് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഇതുപോലെ അലങ്കരിക്കാൻ വേണ്ടി മാവിലോണ്ട് എല്ലാ ടേബിളിൻ്റെ മേലെ ഓലിങ്ങനെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. സംഭവം എന്താ ഉദ്ദേശിച്ചെന്ന് മനസ്സിലായില്ല. ഒരു വെറൈറ്റി തോന്നുന്നുണ്ടെങ്കിലും ഭംഗിയൊന്നും തോന്നിയിട്ടില്ല. വീണ്ടും നമ്മൾ കുറച്ച് ഹെവി ആയിട്ട് ഫുഡ് അടിക്കാൻ പോയി. അപ്പം നമ്മൾ അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ഇത്. ഈ ഓണിയൻ കൊണ്ടുപോയി വെച്ച് അതിലേക്ക് നാരങ്ങ പിഴിഞ്ഞ് അത് വേഗം തീർക്കുക. അതിനാണ് ശരിക്കും ഞങ്ങളുടെ ഇടയിൽ മത്സരം ഉണ്ടാവില്ല. പിന്നെ ഒരാളിതാ ഒരു ദാലിൽ ഒപ്പിച്ചിട്ടുണ്ട്. അടുത്തത് ഞങ്ങൾ നേരെ വിട്ടത് ഒരു സ്വീറ്റ്സിൻ്റെ ഷോപ്പിലേക്കാണ്. എല്ലാ സ്വീറ്റ്സും ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നത് നല്ല ഭംഗിയുണ്ടായും കാണാൻ. പിന്നെ അവർ നമുക്ക് ടെസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ചെറിയ സ്വീറ്റ്സിൻ്റെ കഷ്ണം തന്ന് കറക്റ്റ് നമ്മുടെ ഗുലാബ് ജാമുൻ്റെ അതേ ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ പോയ ആരും തന്നെ സ്വീറ്റ്സ് ഭയങ്കര ഫേവറേറ്റ് ഒന്നുമല്ല. പിന്നെ അത്യാവശ്യം റേറ്റും കാര്യങ്ങളുണ്ടായിന്. അങ്ങനെ മൊത്തത്തിൽ ഞങ്ങൾ എന്തായാലും എടുക്കാണ്ട് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് ഇറങ്ങിപ്പോന്നു. പിന്നെ ഇതൊക്കെ കഴിഞ്ഞപ്പോഴൊക്കെ ഞങ്ങൾ വൈകുന്നേരം എന്തായാലും റൂം പോയിട്ടൊന്ന് റെസ്റ്റ് എടുത്തിട്ട് ഇനിയുണ്ടല്ലോ 2-3 ദിവസം, അന്നിപ്പോൾ പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു. റൂം പോയാലും നമുക്ക് അത്ര ബോറടിക്കില്ല. കാര്യം റൂമിൽ നിന്നുള്ള വ്യൂ എന്ന് വെച്ചാൽ അടിപൊളി വ്യൂ ആണ്. നമുക്കിങ്ങനെ നോക്കിയിരിക്കാൻ തോന്നും. അടുത്ത് ഞങ്ങൾ മെയിനായിട്ടുള്ള പരിപാടിയിലേക്കാണ് കടന്നത്, ചെയിൻ റിയാക്ഷൻ. ഇത് സംഭവം കൂടെ കളിക്കുന്ന ഒരാൾക്ക് തീരെ അറിയില്ല, എനിക്ക് കുറച്ചുകൂടെ അറിയില്ല. ഒരാൾ മെയിനാണെന്നാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. മൂന്നെണ്ണ ബോംബിന് വരിക. ഇവിടെയൊക്കെ സൈഡിൽ കൂടെ ഒക്കെ 2 എണ്ണ വരും, നടുവിലൊക്കെ 3 എണ്ണം.
കള്ളിപ്പ തീരുന്നത് അല്ലാണ്ട് തീർന്ന് കളറ് ഇവിടെ ഫോൺ വയ്ക്കാം. ഞാൻ കളിച്ചോളൂ. അങ്ങനെ ചെയിൻ റിയാക്ഷൻ വിട്ട് ഞങ്ങളടുത്ത് ലുഡോ കളിയിലേക്ക് പോയി. ഇതിലാര് ജയിക്കുന്നുള്ളതിന് ഇതൊക്കെ വാശിപ്പുറത്തുള്ള കളിയാട്ടോ. ഇതൊന്നും അങ്ങനെ വെറുതെ കാണാൻ പറ്റില്ല. ലാസ്റ്റ് മിനിറ്റ് അങ്ങനെ കളി ഞാൻ ജയിച്ചപ്പോൾ ഒരു തന്നെ സ്വഭാവം കാണിച്ച് കളി ഒളാക്കി ഓടി. ഇന്നത്തെ ദിവസങ്ങൾ കുറേ പർച്ചേസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് പുറത്ത് അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷെ നാളത്തെ ഡേയിൽ ജസ്റ്റ് നമ്മൾ കുറച്ച് സ്ഥലങ്ങൾ പോയതും പിന്നെ ഒരു ചെറിയൊരു ബോട്ട് യാത്രയും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം നെക്സ്റ്റ് പാർട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.